നമസ്കാരം. ഇന്ന് ഹരിശയനി ഏകാദശിയാണ്. ഇന്നേ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഒരു വർഷത്തേക്ക് ഫലങ്ങൾ നീണ്ടു നിൽക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്നേ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. ഏകാദശിയുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ വിശേഷപ്പെട്ട കാര്യങ്ങൾ, സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു. അതിൽ ആദ്യത്തെ ചിത്രം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. അതിനു മുന്നോടിയായി ഏവരും ഇന്നേ ദിവസം നടത്തുന്ന ഏകാദശി പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പകുതി സന്തോഷവും പകുതി ദുഃഖവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് പറയാം. എന്നാൽ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പല ദുരിതങ്ങളെയും നിങ്ങൾക്ക് തന്നെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നു എന്ന് വരാം. ഇന്നേ ദിവസം സന്തോഷം പകരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇന്നേ ദിവസം സന്തോഷകരമായ ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെലവഴിക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. ഇടപെട്ട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ എപ്പോഴും ഇത്തരത്തിൽ ലഭിക്കണം എന്നില്ല. ചില അവസരങ്ങളിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇന്നേ ദിവസം ചില സൗഭാഗ്യകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ചില തടസ്സങ്ങൾ ഒഴിയുക, അത്തരത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ചെറിയ ദുഃഖങ്ങളുണ്ട് എങ്കിൽ അത്തരം ദുഃഖങ്ങൾ മറികടക്കുവാനും ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും ഭഗവാനെ നിങ്ങൾ ഇന്നേ ദിവസം ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇന്നേ ദിവസം നടത്തുന്ന ചില ശ്രമങ്ങൾ അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. എന്നാൽ വളരെ ശ്രദ്ധയോടെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കൂ. അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഫലം ലഭിക്കണം എന്നില്ല. ഈശ്വരാധീനം, ഭഗവാന്റെ കടാക്ഷം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയും ഇന്നേ ദിവസം പ്രകടമാകും എന്ന കാര്യം ഓർക്കുക. കഴിവുള്ളവരാണ് നിങ്ങൾ. എന്നാൽ അത് മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളിലുള്ള ചില കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും തന്മൂലം നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ചില അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അല്ലെങ്കിൽ ചില കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പലപ്പോഴും ഒതുങ്ങിക്കൂടുവാൻ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിൽ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുകൾ പ്രകാശിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളോ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ആത്മവിശ്വാസക്കുറവ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ഭഗവാനെ നിങ്ങൾ ആരാധിക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ആത്മവിശ്വാസമില്ലാതെ പല കാര്യങ്ങളിലും നിങ്ങൾ പുറകോട്ട് പോകുന്നതായ അവസ്ഥയുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളിലും മടിച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഇന്നേ ദിവസം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തേണ്ടതായ ദിവസമാണ്. കാരണം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നല്ല മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. അത് പലപ്പോഴും മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നില്ല. അത് നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാകുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദുരിതപൂർണമായ അവസ്ഥകൾക്ക് ഒപ്പമുള്ളവരും ഒരു കാരണമാണ് എന്ന് അറിയേണ്ടതാകുന്നു. എന്നാൽ ചില വ്യക്തികൾ നിങ്ങളെ ഒപ്പം നിന്ന് ചതിക്കുന്നുണ്ട്.
അതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചിലരെ മനസ്സിലാക്കുവാൻ സാധിക്കുകയോ ചിലരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാന്റെ കടാക്ഷത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന ചിന്ത മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് സൂചന നൽകുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ദിവസങ്ങളായി മാറും എന്ന കാര്യവും ഓർക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ, എന്നാൽ പലപ്പോഴും അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ചില കാര്യങ്ങൾ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാനൊപ്പം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഏത് കാര്യവും രമ്യതയിൽ തീർത്ത് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അതിനുള്ള പരിതസ്ഥിതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും നിങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അത് ചില വ്യക്തികളിലാകാം, അല്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില ദോഷകരമായ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില വ്യക്തികളെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് ദോഷകരമാകുന്നു. അത്തരത്തിൽ വിശ്വസിക്കുവാൻ സാധിക്കുന്നതായ ചില വ്യക്തികളെ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് കാട്ടിത്തരും എന്ന കാര്യം ഓർക്കുക. ലളിതമായ ജീവിതം ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതായ ചില കാര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടുണ്ട്. സൗമ്യമായ ജീവിതം ഉണ്ട് എങ്കിൽ പോലും ചില അവസരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികളാൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വ്യക്തികളെ തിരിച്ചറിയുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അതിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. കഴിവുകളുണ്ട് എങ്കിലും പ്രദർശിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ അത് പ്രദർശിപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ചില അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അംഗീകാരം, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈശ്വരാധീനം അഥവാ ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നതായ അവസരം തന്നെയാണ് ഇത്. അതിനാൽ പല രീതിയിലുള്ള സൂചനകളും ഭഗവാന്റെ കടാക്ഷവുമായി ബന്ധപ്പെട്ട് ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. സ്വന്തം കാര്യത്തിന് ചില അവസരങ്ങളിൽ പ്രാധാന്യം നൽകുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഏതെല്ലാം കാര്യങ്ങളിൽ പ്രാധാന്യം നൽകണം എന്ന് ഭഗവാൻ തന്നെ നിങ്ങൾക്ക് സൂചന നൽകും എന്ന കാര്യവും ഓർക്കുക. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സ്വന്തം കാര്യം മറന്നു പോകുന്നു. അത് പാടുള്ളതല്ല. സ്വന്തം കാര്യവും യഥാവിധി ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും അനുകമ്പ പ്രകടിപ്പിക്കുന്നവരും മറ്റുള്ളവരിൽ നിന്നും ചതി ഏറ്റുവാങ്ങുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചില വ്യക്തികളെ തിരിച്ചറിയുവാൻ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും. ഇന്നേ ദിവസം ചില അനുകൂലമായ കാര്യങ്ങൾ, ചില ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം. മറ്റുള്ളവരുടെ സഹായം ലഭിച്ചു എന്ന് വരാം. ശുഭകരമായ വാർത്തകൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കേൾക്കുവാൻ സാധിച്ചു എന്ന് വരാം. തടസ്സങ്ങളാൽ ചെയ്യുവാൻ സാധിക്കാത്ത, പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഇന്നേ ദിവസം സ്വാധീനം, സ്വീകാര്യത നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അത്തരത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ചില സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്താം. ചില ദോഷകരമായ ഫലങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഭഗവാനെ ഇന്നേ ദിവസം ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക.